ഗൈസ് നമ്മുടെ ഗെയിമിൽ പുതിയ ഇൻ ഗെയിം അപ്ഡേറ്റും കാര്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് വന്നുകൊണ്ട് തന്നെ നമ്മളുടെ പഴയ കോൺഫിഗ് ഫയലും കാര്യമൊക്കെ ഇപ്പോൾ എക്സ്പയർ ആയി പോയിട്ടുണ്ട്. അപ്പോൾ കുറേ സബ്സ്ക്രൈബർ പറയുന്നുണ്ടായിരുന്നു പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഭയങ്കര ലാഗാണ്, നല്ല രീതിയിൽ ലാഗും കാര്യമൊക്കെ ഉണ്ട്, അത് ഫിക്സ് ചെയ്യാനുള്ള പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കുറേ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയ ലേറ്റസ്റ്റ് ഒരു ഫയലിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫയൽ തന്നെയാണ്. നമ്മുടെ ലാഗ്, ഓട്ടോബാക്ക്, ലേറ്റ് ലോബി, ഫ്രീസിങ്, വേറെ കുറേ ബഗ്ഗും കാര്യമൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫയൽ തന്നെയാണ്. അപ്പോൾ ഫയലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം, ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇൻസ്റ്റയിൽ ഫ്രീ ആയിട്ട് ഫോളോവേഴ്സും കാര്യമൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളിനെ പറ്റി ആദ്യം നമുക്ക് നോക്കാം. ഈ ഒരു ടൂളിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ഫേക്ക് ആയിട്ടുള്ള ഇൻസ്റ്റ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. ലോഗിന് കാര്യമൊക്കെ ആയതിനു ശേഷം ഇവിടെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫോളോവേഴ്സ് ആഡ് ചെയ്ത് കാണിച്ചിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഫോളോവേഴ്സിൻ്റെ ഓപ്ഷൻസ് സെലക്ട് ചെയ്തിട്ടാകുമ്പോൾ ഇവിടെ നമ്മളോട് ഐ ഡി സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. സിമ്പിളായിട്ട് ഐ ഡിയും കാര്യമൊക്കെ എൻ്റർ ചെയ്ത് ഫൈൻഡ് യൂസർ അടിക്കുക. അപ്പോൾ നമ്മുടെ മെയിൻ ഐ ഡീൻ്റെ ഓപ്ഷൻസ് ഇവിടെ പ്രൊഫൈൽ ഫോട്ടോയും കാര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സിമ്പിളായിട്ട് എത്ര ഫോളോവേഴ്സാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിവിടെ എൻ്റർ ചെയ്ത് സ്റ്റാർട്ട് അടിച്ചാൽ മതി. അപ്പം തന്നെ നമ്മുടെ ഐ ഡിയിലേക്ക് ഫോളോവേഴ്സ് 1 by 1 ആയിട്ട് ആഡ് ആവാൻ സ്റ്റാർട്ട് ആവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് എൻ്റെ മെയിൻ ഐ ഡിയിലേക്ക് ഫോളോവേഴ്സും കാര്യമൊക്കെ 1 by 1 ആയിട്ട് ആഡായി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് ആഡ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. 50 ഫോളോവേഴ്സ് വരെ നമുക്ക് ആഡ് ആക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതൊക്കെ ടോട്ടലി ഫ്രീ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് മെയിനായിട്ടുള്ള മെയിനായിട്ടുള്ള ഫയലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ ഒരു ഫയൽ എന്താണെന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫയലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട്. നിങ്ങളുടെ ഡിവൈസ് ഏത് ഡിവൈസ് ആണെങ്കിലും ഈ ഒരു ഫയൽ യൂസ് ചെയ്ത് നോക്കാം. 1 GB 2 GB 3 GB 4 GB 6 GB റാമുള്ള ഡിവൈസിൽ വരെ ഈ ഒരു ഫയൽ വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ഫയൽ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫയൽ അപ്ലൈ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന ഒരു വീഡിയോൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഫയലും കാര്യമൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫയൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡയറക്റ്റ് ലിങ്ക് അല്ല, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുള്ളത്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് വരും. അതിനുശേഷം അവിടെ ബയോയിൽ ഞാനൊരു ലിങ്ക് തന്നിട്ടുണ്ട്. ഒരു നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ മീഡിയ ഫയറിൻ്റെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ഫയലും കാര്യമൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ആയതിനു ശേഷം അത് എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. ആ ഒരു പാസ്വേഡ് ഈ ഒരു വീഡിയോൻ്റെ എവിടെയെങ്കിലായിട്ട് തന്നിട്ടുണ്ടാകും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ വേറെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാഗ് ഫിക്സിങ് ഫയലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്ഡേറ്റ് ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ലേറ്റായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ചാനലിൽ വിസിറ്റ് ചെയ്യുക. ചാനലിൽ വിസിറ്റ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് ഫയൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഫയലിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ തന്നിട്ടുള്ള പാസ്വേഡാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്ന ഫയലായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇത് ലേറ്റായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് ലേറ്റസ്റ്റ് ഫയലിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം നോക്കുക. അതിനുശേഷം എക്സ്ട്രാക്റ്റും കാര്യമൊക്കെ ആയതിനു ശേഷം zarchiver യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിയാത്തവരാണെങ്കിൽ എന്തായാലും ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഫയലൊന്നും വർക്ക് ആവില്ല. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതിൽ മികച്ച വീഡിയോസ് തിരിച്ചു വരുന്നതായിരിക്കും. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഗുഡ് ബൈ.